എൻ്റെ പേര് ജിബിൻ. ഇതെൻ്റെ കുടുംബമാണ്. ഭാര്യ അൽഫോൻസ, മകൻ നേതൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരനിലൂടെ സാധിച്ച ചില സാക്ഷ്യങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യമായി ഞാൻ പറയട്ടെ, ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്കിലും എനിക്കൊരു ഫാമിലി സ്പോൺസർഷിപ്പോ അല്ലെങ്കിൽ വൈഫിനെ അവിടെ കൊണ്ടുപോയി പെർമനൻ്റായിട്ട് നിർത്താനുള്ള സാധ്യതകളൊന്നുമില്ല. സാധാ ഒരു ജോലിയാണ് എനിക്കുള്ളത്. 2021 കോവിഡ് സമയത്ത് വൈഫ് നേഴ്സാണ്. വൈഫിന് ടെമ്പററി ആയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കുകയുണ്ടായി 3 മാസത്തേക്ക്. അപ്പോൾ ആ കാലാവധി കഴിഞ്ഞപ്പോൾ അവർ നിരവധി പേരെ അവർ പെർമനൻ്റായിട്ട് അവർ സ്ഥിരപ്പെടുത്തി. എൻ്റെ വൈഫും ആ ലിസ്റ്റിലുണ്ടായിരുന്നു. എങ്കിലും ലാസ്റ്റ് നിമിഷത്തിൽ അവർ ഫണ്ടില്ല എന്ന കാരണത്താൽ വൈഫിനെ തിരിച്ചു പറഞ്ഞയക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് ശരിക്കും എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. ഞാൻ പലരിലൂടെയും ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ പലരോടും സഹായം അഭ്യർത്ഥിച്ചു, എങ്കിലും ഒന്നും ശരിയായില്ല. അപ്പം ഞാൻ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും എല്ലാം കാണാറുണ്ട്. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയാണ് ഒക്ടോബർ 17 2021. അതിനുശേഷം കൃത്യം 3 മാസക്കാലം പൂർത്തിയാകുന്ന ജനുവരി 17 എന്തോ എൻ്റെ മനസ്സിൽ 17 എന്നൊരു തീയതി എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. 17 ഏകദേശം ഒരു 10 മണിയായി കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ വരുവാണ്. തിരിച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചൊരു മെയിൽ വരികയാണ്. മെയിലിൽ വൈഫ് ആ സമയത്ത് നാട്ടിലാണ്. വൈഫ് നാട്ടിലില്ല. വൈഫ് അതിനുശേഷം വിസിറ്റിംഗ് വിസയിൽ അപ്പോൾ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് ശരിക്കും അത്ഭുതമായി തോന്നി. നഷ്ടപ്പെട്ടൊരു ജോലി ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷം നമ്മൾ തിരിച്ചു വിളിക്കുകയാണ്. ഉടമ്പടി പൂർത്തിയാകുന്ന കാലഘട്ടത്തിൽ തിരിച്ചു വിളിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ നമ്മൾ റിപ്ലൈ ചെയ്തു. അങ്ങനെ പിന്നെ നാട്ടിലോട്ട് പോരുകയും വൈഫ് തിരിച്ചു വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തു. വൈഫിന് സ്ഥിരമായിട്ടൊരു ജോലി അങ്ങനെ ലഭിച്ചു. ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്ത ചില കാര്യങ്ങളാണ് 2022 കാലഘട്ടത്തിൽ ഏറ്റവും വലുതായി നടന്നതെന്ന് പറഞ്ഞാൽ, 2022 എൻ്റെ വൈഫ് ഏകദേശം 8 മാസം ഗർഭിണിയായിരുന്ന സമയത്ത് അവിടെയായിരുന്നു. നാട്ടിൽ വന്ന് ഞാൻ വൈഫിൻ്റെ അമ്മയും കൂട്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ ഇവിടെ നാട്ടിലെ എൻ്റെ അമ്മച്ചി മഞ്ഞപ്പിത്തവും എലിപ്പനിയും ബാധിച്ച് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാവുകയും വെന്റിലേറ്റർ സഹായത്തോടെ അഡ്മിറ്റ് ആവുന്നൊരു സ്ഥിതിഗതിയിൽ ഞാനവിടെ നിന്ന് തിരിച്ചു വന്നു. അപ്പോൾ വൈഫ് 8 മാസത്തോളം ഗർഭിണിയാണ്. 9ാം മാസത്തിലേക്ക് കടന്നു. ഡെലിവറി സമയം അടുത്തിരുന്നു. പക്ഷേ എനിക്ക് വരാതൊരു നിവൃത്തിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മകൻ വന്ന് കണ്ടോട്ടെ എന്നുള്ളൊരു ഇത് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സൈഡിൽ എൻ്റെ വൈഫും കുഞ്ഞും, ഒരു സൈഡിൽ എൻ്റെ അമ്മച്ചി. ഞങ്ങളുടെ ഖത്തറിലെ ഇടവക പള്ളിയിലെ അച്ഛനും എൻ്റെ കൂട്ടുകാരും എല്ലാം ധൈര്യമായിട്ട് പോയിട്ട് വാ എന്നുള്ള ധൈര്യത്തിൽ ഞാൻ അവിടുന്ന് പോന്നു. 17 ദിവസത്തോളം അമ്മച്ചി ആശുപത്രി കിടന്നു. 17 ദിവസം അമ്മച്ചി ആശുപത്രി കിടന്ന് ഞാൻ വന്ന് നേരെ എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ കയറി ബാഗ് വെച്ച് നേരെ ഹോസ്പിറ്റലിലോട്ടാണ് പോണേ. അങ്ങനെ 17 ദിവസം ഞാൻ അമ്മച്ചിയുടെ കൂടെ നിന്ന് ദൈവം സഹായിച്ച അമ്മച്ചി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും, അമ്മച്ചി അതിന് ശേഷം ഈ 13 എൻ്റെ കുഞ്ഞിൻ്റെ മാമോദിസയായിരുന്നു. മാമോദിസയ്ക്ക് 8 മാസങ്ങൾക്ക് ശേഷം അമ്മച്ചി തലതൊട്ടമ്മയായിട്ട് കൂടെ ഉണ്ടായിരുന്നു 3 ദിവസങ്ങൾക്ക് മുന്നേ. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ അമ്മച്ചി എൻ്റെ കുഞ്ഞിനെ കാണാൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമായിരുന്നു എനിക്ക് ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ്. പൊതുവേ ഞാൻ വളരെ ടെൻഷനുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് വണ്ടി നാട്ടിൽ എനിക്ക് ലൈസൻസ് ഉണ്ട്, പക്ഷേ ഞാൻ ഓടിക്കാറില്ല. ഖത്തറിലെ ലൈസൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കാൻ 3 പ്രാവശ്യം ഞാൻ പരാജയപ്പെട്ടു. 4ാമത്തെ പ്രാവശ്യവും എനിക്ക് മിസ്റ്റേക്കാണ്, ഞാൻ പരാജയപ്പെട്ടു എന്ന് എനിക്ക് ഉറപ്പായി. 2ാമത്തെ ഡ്രൈവിംഗ് സ്കൂളാണ്. ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂളിൽ കോഴ്സ് കംപ്ലീറ്റ് ആയി കിട്ടിയില്ല. 2ാമത്തെ സ്കൂളാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. മാതാവ് ഏതായാലും തോറ്റുമെന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ ഏതായാലും എനിക്കിനി ഒന്നും കൂടി ഇതിൻ്റെ പുറകെ നടക്കാനുള്ള പൈസയോ അല്ലെങ്കിൽ സമയമോ സാഹചര്യമോ ഇല്ല. ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നത്. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ 100% പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥനെ ശകാരിക്കുകയും ചെയ്തതാണ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആ ടെസ്റ്റ് പാസ്സായി. അങ്ങനെ എനിക്ക് ലൈസൻസ് കിട്ടുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ എന്തൊരു പ്രശ്നം വന്നാലും ക്യാൻഡിൽ ലൈറ്റ് പ്രയർ ഇട്ടതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒരു പ്രശ്നമായിട്ട് വന്നാൽ അത് കേൾക്കാനും അവരോട് കൃപാസനത്തെ പറ്റിയോ അല്ലെങ്കിൽ ക്യാൻഡിലേറ്റ് പ്രയർ, ഇതിൻ്റെ ഉടമ്പടി വസ്തുക്കൾ, കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും ചെയ്യാറുണ്ട്. ജെനുവിനായിട്ട് ഞങ്ങളുടെ അടുത്ത് വരുന്നൊരു കേസ് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളും ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഞാനൊരു ഒരുപാടങ്ങനെ വലിയൊരു വിശ്വാസിയൊന്നും സാധാ ഒരു പള്ളിയിൽ പോകുന്നുള്ള രീതിയിലുള്ള ഉടമ്പടിക്ക് ശേഷമാണ് എനിക്ക് മാതാവിലേക്ക് കൂടുതൽ അടുക്കുവാനും ഞാൻ ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇവിടെ വന്നത്. അപ്പം എനിക്ക് ഒത്തിരി സംസാരിക്കാനൊന്നും അറിയത്തില്ല, ടെൻഷനുണ്ട്. പക്ഷേ എന്തായാലും ദൈവം സഹായിച്ച് എനിക്ക് സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം എല്ലാം ദൈവം തന്നു. ഉടമ്പടി വസ്തുക്കളിലൂടെ ഞങ്ങൾ ഓരോ സ്കാനിങ്ങിനെല്ലാം പോകുമ്പോൾ ഉടമ്പടി വസ്തുക്കളൊക്കെ ഞങ്ങൾ തൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് സ്കാനിങ്ങിന് പോകുന്നത്. 4 വർഷത്തിന് ശേഷം ഞങ്ങൾക്കുണ്ടായ ഒരു കുട്ടിയാണ്, നേതൻ എന്നാണ് പേര്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഇതിൽ പറയാതെ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ തന്നതിന് മാതാവിനും ദൈവത്തിരുക്കുമാരനും 1000 നന്ദി. എല്ലാവർക്കും ഇവിടെ വന്നിരുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലേറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തിൽ ജോലി ലഭിച്ചതും തൻ്റെ ലൈസൻസ് ലഭിച്ചതും എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട് എന്ന് വിശ്വസിക്കത്തക്കതൊരു അനുഭവമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കുടുംബം ഇവിടെ വന്ന് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ ഒരു വളർച്ച ഉടമ്പടിയിലൂടെ സാധിക്കുമെന്ന് ഇപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു സാധാരണ വിശ്വാസിയിൽ നിന്ന് കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു വിശ്വാസിയിലേക്ക് ഉടമ്പടി ഒരു വ്യക്തിയെ കൊണ്ട് ചെന്ന് നിർത്തുന്നതിൽ ഒരു സംശയമില്ല. കാരണം ഇവിടെ ഉടമ്പടി എടുത്തവരിൽ സമർപ്പിതരും പുരോഹിതരും ആത്മായ ശുശ്രൂഷ മേഖലയിൽ തന്നെ വചന പ്രഘോഷണ രംഗത്ത് നിൽക്കുന്നവരും വിവിധ ധ്യാന ശുശ്രൂഷ ചെയ്യുന്നവരും ഒക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അത് അവരുടെ ആത്മീയ ജീവിതം ഇല്ല എന്നുള്ളതല്ല, അവരുടെ ആത്മീയ ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പിലേക്ക്, കാരണം ഞാൻ പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുന്നുള്ള കർത്താവിൻ്റെ ആഗ്രഹം, നിത്യജീവൻ വരെ നീളുന്നൊരു ആഗ്രഹം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉടമ്പടി എന്ന പ്രാർത്ഥന സഹായിക്കുന്നുള്ളതാണ്. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു വിജയവും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വഴി കുടുംബത്തിന് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.